The next topic from vector calculus is arc length parameter. Last video we length of a space curve എന്താണെന്ന് പറഞ്ഞു. അതിനോട് സിമിലർ ആയിട്ട് തോന്നും ഈ ടോപ്പിക്, പക്ഷേ കൺസെപ്റ്റ് കുറച്ച് ഡിഫറെന്റ് ആണ്. നമുക്ക് എന്താ നോക്കാം. ഡെഫിനിഷൻ. Arc length function. Suppose that C is a smooth curve described by r of t equal to f of t I plus g of t j plus h of t k, a less than or equal to t naught less than or equal to t less than or equal to b. Then the arc length function s is defined by s of t equal to integral t naught to t modulus of r dash of u du. അതായത് നമുക്ക് സി എന്ന് പറയുന്ന ഒരു സ്മൂത്ത് കർവ് ഉണ്ട്. അതിന്റെ വെക്ടർ ഇക്വേഷൻ ആണ് എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ. സ്മൂത്ത് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എഫ് ഡാഷ് ഓഫ് ടിയും ജി ഡാഷ് ഓഫ് ടിയും എച്ച് ഡാഷ് ഓഫ് ടിയും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ അത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്ന ഇന്റർവെല്ലാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റ് ടി നോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ശ്രദ്ധിക്കാം. നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ആർക്ക് ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് ആൻ ആർക്കാണ്. അതെന്ന് വെച്ചാൽ ഒരു നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക എപ്പോഴും. പക്ഷേ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഇൻ ടേംസ് ഓഫ് ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും കിട്ടുക. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ സിമിലർ ആയിട്ട് തോന്നും. എസ് ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ ടി നോട്ട് ടു ടി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യു ഡി യു എന്ന്. തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ എൽ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എൽ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത്, അതായത് അതൊരു നമ്പറാണ്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ. ഇപ്പോൾ ടിക്ക് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ടി നോട്ട്, അവിടെയുള്ള വെക്ടർ ഫംഗ്ഷനാണ്. അവിടുത്തെ വെക്ടർ ഫംഗ്ഷൻ നമ്മൾ പി ഓഫ് ടി നോട്ട് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പി ഓഫ് ടി ആണ്. അപ്പോൾ ഞാൻ ഈ ടി നോട്ട് ടു ടി ഉള്ള ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെയുള്ള ഏതൊരു ടി കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് കിട്ടും ഈ ഒരു കർവിന്. ഇപ്പോൾ പെർട്ടിക്കുലർ ഇവിടെയാണ് ഞാനൊരു ടി വാല്യൂ കൊടുക്കുന്നതെങ്കിൽ ഈ പി ഓഫ് ടി നോട്ട് ടു ഈ ടിക്ക് ഞാനൊരു പെർട്ടിക്കുലർ വാല്യൂ കൊടുക്കുകയാണ് ഈ ഫംഗ്ഷൻ കണ്ടുപിടിച്ചതിന് ശേഷം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതാണ് ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടി എന്ന് പറയുന്ന ടേംസിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും കിട്ടുക. ഈ എസ്സിനെ നമ്മൾ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എന്ന് പറയും. ആർക്ക് ലെങ്ത് പാരാമീറ്റർ എന്ന് പറയും. ഇവിടെ നമ്മൾ ഈ ടി നോട്ട് എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും വലുതാണ് ടി എങ്കിൽ നമുക്ക് ടി നോട്ട് ടു ടി, ഈ പി ഓഫ് ടി നോട്ട് ടു പി ഓഫ് ടി വരെയുള്ള കർവിൻ്റെ ഡിസ്റ്റൻസ് ഈ ഒരു ഡയറക്ഷനിൽ കിട്ടും. ഇനി ഇത് രണ്ടും തിരിഞ്ഞാണ്. അതായത് ഇപ്പം ടി നോട്ട് എന്ന് പറയുന്നതിനേക്കാളും ചെറുതാണ് ടി. ഓക്കെ, അതായത് നമുക്ക് തിരിഞ്ഞാണ് വരുന്നത്. ടി ടു ടി നോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്താക്കും, ഈ പി ഓഫ് ടി നോട്ടിൽ നിന്ന് പി ഓഫ് ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും, പക്ഷേ നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഇഫ് എ കർവ് ആർ ഓഫ് ടി ഈസ് ഓൾറെഡി ഗിവൺ ഇൻ ടേംസ് ഓഫ് എ പാരാമീറ്റർ ടി, വി ക്യാൻ റീപാരാമീറ്ററൈസ് ദ ഇക്വേഷൻ ഓഫ് എ കർവ് യൂസിങ് എസ് ദ ആർക്ക് ലെങ്ത് പാരാമീറ്റർ. അതായത് നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് ആർ ഓഫ് ടി എന്ന് പറയുന്ന ഓൾറെഡി നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷനെ നമ്മൾ ആർക്ക് ലെങ്ത് പാരാമീറ്ററിൻ്റെ ടേംസിലേക്ക് റീപാരാമീറ്ററൈസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വരിക. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് ഏതൊരു ആർ ഓഫ് ടി എന്ന് പറയുന്ന ഒരു വെക്ടർ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാലും ആ വെക്ടർ ഫംഗ്ഷനെ നമുക്ക് ആർക്ക് ലെങ്ത് പാരാമീറ്ററിൻ്റെ ടേംസിലേക്ക് റീപാരാമീറ്ററൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ആർക്ക് ലെങ്ത് പാരാമീറ്റർ വിത്ത് എ ബേസ് പോയിന്റ് പി ഓഫ് ടി നോട്ട് ഈസ് ഗിവൺ ബൈ, നമുക്കറിയാം ആർക്ക് ലെങ്ത് പാരാമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ്, എസ് ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ ടി നോട്ട് ടു ടി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യു ഡി യു, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടി നോട്ട് ടു ടി മോഡുലസ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് യു ദ ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് യു ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് യു ദ ഹോൾ സ്ക്വയർ ഡി യു. ഒന്നും കൂടെ എഴുതിയേ ഉള്ളൂ. Then we can solve the above equation for t as a function of s, that is t equal to t of s. Curve can be reparameterized in terms of s by substituting for t r equal to r of t of s. അതായത് നമുക്ക് തന്നിരിക്കുന്ന ടി എന്ന് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആർ ഓഫ് ടി എന്ന് പറഞ്ഞ ടേമിലായിരിക്കുമല്ലോ, അതിന് നമുക്ക് എസിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർ ഓഫ് ടി ഓഫ് എസ് എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റും. അതായത് ഈ ടി എന്ന് പറയുന്ന പാരാമീറ്റർ പോയിട്ട് അവിടെ എസ് എന്ന് പറയുന്ന പാരാമീറ്റർ വരും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പ്രോബ്ലം നോക്കാം. നമുക്ക് പ്രോബ്ലത്തിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് ഉള്ളൂ. നമുക്ക് ജസ്റ്റ് എന്താണ് റീപാരാമീറ്ററൈസ് ദ കർവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ, ആർക്ക് ലെങ്ത് പാരാമീറ്റർ കണ്ടുപിടിക്കാൻ എപ്പോഴും നമ്മളോട് ചോദിക്കുന്നത് റീപാരാമീറ്ററൈസേഷൻ ആയിരിക്കും. റീപാരാമീറ്ററൈസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനി പറയുന്നത് പോലെയാണ് കേട്ടോ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം.
ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ വിത്ത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഓറിയന്റേഷൻ. അതായത് നമ്മളോട് ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ ഓഫ് ദിസ് സർക്കിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സൊല്യൂഷൻ. നമ്മളിവിടെ എന്താ പഠിച്ചിട്ടുള്ളത്? ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ ഒക്കെ വെക്ടർ ഫോമിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന സർക്കിൾ ഏത് ഫോമിലാണുള്ളത്? കാർട്ടീഷ്യൻ ഫോമിലാണല്ലേ ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ എന്താക്കിയിട്ട് മാറ്റണം? നമ്മളുടെ വെക്ടർ ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റണം. എന്താണ് സർക്കിളിനെ സംബന്ധിച്ചുള്ള വെക്ടർ ഇക്വേഷൻ? നമുക്കറിയാം. ഇതേതാണ് സർക്കിള്? സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 ആൻഡ് റേഡിയസ് a. അങ്ങനെയായിട്ടുള്ള സർക്കിളിൻ്റെ വെക്ടർ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു സെക്ഷൻ നമ്മൾ പറയുന്നത്. കാരണം ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് വരിക ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ പറ്റണ്ടേ? അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണണം കേട്ടോ, ഫസ്റ്റ് വീഡിയോ. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ എഴുതാം. എക്സ് ഈക്വൽ ടു എ കോസ് ടി ആൻഡ് വൈ ഈക്വൽ ടു എ സൈൻ ടി. ഇവിടെ z ഉണ്ടാവില്ല അല്ലെ, z ഈക്വൽ ടു 0. പ്ലെയിൻ കർവ് അല്ലേ ഇത്? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ദ വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ഗിവൺ വെക്ടർ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദ ഗിവൺ സർക്കിൾ ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ. ഓക്കെ, ഇനി നമ്മളുടെ ആർക്ക് ലെങ്ത് പാരാമീറ്റർ കണ്ടുപിടിക്കണം. ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ് നമ്മളുടെ? പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, വിത്ത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ നമ്മളുടെ ഇവിടെ എന്തായിരിക്കും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ടി വേരി ചെയ്യുന്നത് 0 to 2π. അതിന് നിങ്ങൾക്ക് ഇൻ്റർവൽ തന്നിട്ടില്ല, നിങ്ങൾ എന്തായാലും എഴുതണം കേട്ടോ, കാരണം നമുക്ക് എന്തായാലും ഇത് വേണം, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മളുടെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? എസ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എസ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി നോട്ട് ടു ടി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യു ഡി അല്ലേ. അപ്പോൾ നമുക്കിവിടെ ടി നോട്ട് വേണം, ടി വേണ്ട. ടി ഈസ് എ പാരാമീറ്റർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ടി നോട്ട് എന്ന് പറയുന്ന ബേസ് പോയിന്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ ലോവർ ലിമിറ്റിനെ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ടി നോട്ട് എന്ന് പറയുന്നത് ബേസ് പോയിന്റ് ആയിട്ട് എടുത്തു. ഇനി ആർ ഡാഷ് ഓഫ് യു എന്ന് കണ്ടുപിടിക്കണ്ടേ? നമുക്ക് ആർ ഓഫ് ടി അല്ലേ ഉള്ളത്. ആർ ഓഫ് ടി ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ ഇതാണ്, എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ അല്ലേ. അപ്പോൾ നമ്മളിതിനെ ആർ ഓഫ് യു എന്ന് മാറ്റി എഴുതാം. കാരണം ഇവിടെ ഓൾറെഡി ടി എന്ന് പറഞ്ഞ പാരാമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മാറ്റി എഴുതുന്നത്. ഓക്കെ, ആർ ഓഫ് യു എന്ന് കൊടുക്കാം. അപ്പോൾ എ കോസ് യു ഐ പ്ലസ് എ സൈൻ യു ജെ എന്ന് വരും. ഇനി ആർ ഡാഷ് ഓഫ് യു കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ മൈനസ് എ സൈൻ യു ഐ പ്ലസ് എ കോസ് യു ജെ. ഓക്കെ, ഇനി നമ്മൾ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യു കണ്ടുപിടിക്കാം. മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യു വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സൈൻ യു ദ ഹോൾ സ്ക്വയർ പ്ലസ് എ കോസ് യു ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എ സ്ക്വയർ സൈൻ സ്ക്വയർ യു പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ യു ഇതിൻ്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയറിന് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ യു പ്ലസ് കോസ് സ്ക്വയർ യു വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യു എന്താ കിട്ടിയത്? എ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എസ് ഓഫ് ടി കണ്ടുപിടിക്കാം. എസ് ഇസ് ഈക്വൽ ടു എസ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി നോട്ട് ടു ടി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യു ഡി അല്ലെ. നമുക്കിതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി നമ്മളിപ്പോൾ ആർ ഡാഷ് ഓഫ് യു കണ്ടുപിടിച്ചു എ ആണെന്ന്. അപ്പം എ ഡി യു ദറ്റ് ഇസ് ഈക്വൽ ടു എനെ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. ഇൻ്റഗ്രൽ 0 ടു ടി ഇവിടെ ഡി യു എന്ന് വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇവിടെ നമുക്ക് ചെയ്ത് വരുമ്പം യു എന്നാണ് കിട്ടുക ടു ദ ഇൻ്റർവൽ 0 ടു ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഫംഗ്ഷൻ എ ടി. അതായത് നമ്മളുടെ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താ കിട്ടിയത്? എസ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എസ് ഓഫ് ടി എന്ന് എഴുതാം കേട്ടോ, കാരണം എസ് എന്ന് എഴുതിയാലും കണക്ക് എസ് ഓഫ് ടി എന്ന് എഴുതാം. ഓക്കെ, എസ് ഇസ് ഈക്വൽ ടു എസ് ഓഫ് ടി ഈക്വൽ ടു എ ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആർക്ക് ലെങ്ത് പാരാമീറ്റർ എന്താണെന്ന് കിട്ടി. എസ് എന്ന് പറയുന്ന ആർക്ക് ലെങ്ത് പാരാമീറ്റർ 80 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റീപാരാമീറ്ററൈസേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടീനെ ഇൻ ടേംസ് ഓഫ് എസ്സിൽ റെപ്രസെൻറ്റ് ചെയ്യാം.
അതായത് എസ് ഇസ് ഈക്വൽ ടു എ ടി അല്ലേ കിട്ടിയത്, ഇതിന് ടി എന്താണെന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, എസ് ബൈ എ ആണെന്ന് കിട്ടില്ലേ, ടി ഈക്വൽ ടു എസ് ബൈ എ ആണെന്ന് കിട്ടും. ഇനി നമ്മളുടെ ആർ ഓഫ് ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ ടിക്ക് പകരം എസ് ബൈ എ കൊടുക്കാം. ഓക്കെ, നമുക്ക് എഴുതാം, പുട്ടിങ് ദിസ് വാല്യൂ ഓഫ് ടി in R of t, we get the arc length parameterization of the given curve. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, നമ്മുടെ ആർ ഓഫ് ടി എന്തായിരുന്നു, ആർ ഓഫ് ടി ഈക്വൽ ടു നമ്മുടെ ആർ ഓഫ് ടി കിട്ടിയിരിക്കുന്നത് എന്തായിരുന്നു, എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മളിവിടെ ആർക്ക് ലെങ്ത് ടി ഈക്വൽ ടു എസ് ബൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ആർ ഓഫ് ടി എന്നുള്ളത് എന്താവും, ആർ ഓഫ് ടി ഓഫ് എസ് എന്നാവും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എ കോസ് ടിക്ക് പകരം നമ്മൾ എസ് ബൈ എ കൊടുക്കാം പ്ലസ് എ ഇൻറ്റു സൈൻ എസ് ബൈ എ, ഇവിടെ ഐ ഉണ്ട് ജെ. ഓക്കെ, ദിസ് ഇസ് ആൻസർ. ഇത്രയേ ഉള്ളൂ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ റീപാരാമീറ്ററൈസേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ആർക്ക് ലെങ്ത്തിൻ്റെ ടേംസിലേക്ക് നമ്മൾ തന്നിരിക്കുന്ന കർവിനെ റീപാരാമീറ്ററൈസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇതും കൂടെ ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എസ്സിന് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും എന്താ സംഭവിക്കാം, ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എസ് ഈക്വൽ ടു എന്താ കിട്ടിയിരിക്കുന്നത്, എസ് അല്ല ടി. ഓക്കെ, എസ് ഈക്വൽ ടു 80 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ, എസ് ഈക്വൽ ടു 80. ഇനി നമുക്ക് ടി വേരി ചെയ്യുന്നത് എവിടെയാണ്, 0 ലെസ് ദാൻ ഒടുക്കൽ ടി ലെസ് ദാൻ ഒടുക്കൽ 2 പൈ അല്ലേ. അപ്പോൾ നമ്മളുടെ ഈ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നോക്കാം. നമുക്ക് ടി ഈക്വൽ ടു 0 കൊടുക്കാം. അപ്പോൾ എന്താ കിട്ടാം, എസ് ഈക്വൽ ടു എ ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ ടി ഈക്വൽ ടു 2 പൈ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, എസ് ഈക്വൽ ടു എ ഇൻറ്റു 2 പൈ അല്ലേ. അപ്പം 2a പൈ. അപ്പം നമ്മളുടെ എസ് വേരി ചെയ്യുന്നത്, അതായത് ഈ ആർക്ക് ലെങ്ത് പാരാമീറ്റർ നമ്മളിപ്പം ഈ ഒരു ടേംസ് ആർ ഓഫ് ടീനെ നമ്മൾ എസിൻ്റെ ടേംസിലേക്കല്ലേ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വേരി ചെയ്യുന്നത്, അതായത് ഈ എസ് വേരി ചെയ്യുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്, 0 മുതൽ 2a പൈ വരെയാണ്. 0 to 2a പൈ എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ് വേരി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Second problem, reparameterize the following curves in terms of the arc length s, that is r of t equal to t square by 2i plus t cube by 3k, 0 less than or equal to t less than or equal to 2, and r of t equal to 2 cos ti plus 2 sin tj, 0 less than or equal to t less than or equal to 2pi. ഇതിൽ രണ്ടാമത്തെ പ്രോബ്ലം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പ്രോബ്ലം അല്ലേ, അതിൽ 2 മാറി എയിലാണ് നമ്മളത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും സെയിം തന്നെയല്ലേ, അപ്പോൾ അത് റിപ്പിറ്റേഷൻ ആയിപ്പോൾ ഞാൻ പറയുന്നില്ല. ഇത് നമുക്ക് ചെയ്ത് നോക്കാം, റീപാരാമീറ്ററൈസേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ആർക്ക് ലെങ്ത്തിൻ്റെ വേരിയബിളിലോട്ട് റീപാരാമീറ്ററൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്നുകൂടെ എഴുതാം. ആർ ഓഫ് ടി ഈക്വൽ ടു തന്നിരിക്കുന്നത് ടി സ്ക്വയർ ബൈ 2i പ്ലസ് ടി ക്യൂബ് ബൈ 3k ആണ്. ബേസ് പോയിന്റ്സ് 0 ലെസ് ദാൻ ഒടുക്കൽ ടി ലെസ് ദാൻ ഒടുക്കൽ 2 വേരി ചെയ്യുന്നത്. നമുക്ക് എന്താണ് ആർക്ക് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ, എസ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ഉണ്ടാകും ടി നോട്ട് ടു ടി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യു ഡി യു അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ആർ ഓഫ് ടീനെ യുവിൻ്റെ ടേംസിലോട്ട് മാറ്റി എഴുതാം. ആർ ഓഫ് യു ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2i പ്ലസ് യു ക്യൂബ് ബൈ 3k. ഓക്കെ, നമുക്കിതിനെ ഒന്ന് ആർ ഡാഷ് ഓഫ് യു കണ്ടുപിടിക്കാം. ഇനി ആർ ഡാഷ് ഓഫ് യു ഈക്വൽ ടു എന്താ കിട്ടുന്നത്, യു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2u divided by 2i plus 3u square divided by 3k, that is equal to നമുക്ക് കിട്ടുന്നത് ui plus u square k. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ടി നോട്ട് ആയിട്ട് എന്ത് ചൂസ് ചെയ്യണം, ഇവിടുത്തെ ലോവർ ലിമിറ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ടി നോട്ട് എന്താണ്, 0 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആർ ഡാഷ് ഓഫ് യുവും കിട്ടി. ഇനി നമ്മൾ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യു കണ്ടുപിടിക്കാം. നിങ്ങൾ അവിടെ ഡയറക്റ്റ് ചെയ്താലും മതി കേട്ടോ, ഞാൻ പിന്നെ ഇങ്ങനെ എഴുതി ശീലമായതുകൊണ്ടാണ്.
ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് ഐയുടെ കോഎഫിഷ്യൻറ്റ് യു സ്ക്വയർ പ്ലസ് ഐയുടെ കോഎഫിഷ്യൻറ്റ് സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യൻറ്റ് യു സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് യു റേസ് ടു 4. നമുക്ക് ഇതിനൊന്ന് ഷോർട്ടൻ ചെയ്യാമല്ലോ. ഇന്നൊരു യു സ്ക്വയറിന് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? യു എന്നാവും ഔട്ട്സൈഡ് എടുത്ത് ഇങ്ങനെ എഴുതിക്കൂടെ? നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. 1 പ്ലസ് യു സ്ക്വയർ എന്ന് എഴുതാം. എന്നിട്ട് സ്ക്വയറിൻ്റെ ഔട്ട്സൈഡ് സ്ക്വയർ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ യു വരും. സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് യു സ്ക്വയർ. ഓക്കെ, ഇനി നമ്മളുടെ എസ് കണ്ടുപിടിക്കാം. നമുക്ക് എസ് ഇസ് ഈക്വൽ ടു എസ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി നോട്ട് ടു ടി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യു ഡി യു. ഇനി ഒത്തിരി തവണ ഇക്വേഷൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ്. ഇൻ്റഗ്രൽ 0 ടു ടി. ഇനി ഇതെന്താ കിട്ടിയത്? യു ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് യു സ്ക്വയർ ഡി യു. ഇനിയിപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇനിയിപ്പോൾ നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക? എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ പറ്റുണ്ടാവും. ഇപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ 1 പ്ലസ് യു സ്ക്വയറിന് നിങ്ങൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്കിങ്ങനെ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അറിയില്ലേ നിങ്ങൾക്ക്? 1 പ്ലസ് യു സ്ക്വയർ ഈക്വൽ ടു വി എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2u du ഈക്വൽ ടു ഡി വി എന്ന് കിട്ടും. ഓക്കെ, ലിമിറ്റ് മാറ്റണമല്ലോ. അപ്പോൾ യു ഈക്വൽ ടു 0 ആവുമ്പം വി ഈക്വൽ ടു 1 ആവും. അതായത് ഇങ്ങനെ കൊടുത്താൽ മതിയിട്ട് ഇവിടെ നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1 പ്ലസ് 0 സ്ക്വയർ ഈക്വൽ ടു വി എന്ന് വരും. അതായത് വി ഈക്വൽ ടു 1 വരും. ഇനി യുവിൻ്റെ ലിമിറ്റ് വേറെ ഒന്ന് ടി അല്ലേ ഉള്ളത്? യു ഈക്വൽ ടു ടി കൊടുക്കുമ്പോൾ വി എന്താവും? 1 പ്ലസ് യു സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതൊക്കെ നമ്മളിവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ ഒരു മാറ്റം കൂടെ വരുത്തണം. 2u du എന്നല്ലേ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ യു ഡി യു ഉള്ളൂ. അപ്പം നീ വിനെ എപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡി വി ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 അല്ല, 0ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 1. ടിക്ക് പകരം 1 പ്ലസ് ടി സ്ക്വയർ. ഇനി ഈ റൂട്ട് ഓഫ് 1 പ്ലസ് യു സ്ക്വയർ എന്നുള്ളത് റൂട്ട് ഓഫ് വി എന്നാവും. റൂട്ട് വി. ഇനി യു ഡി യു എന്നുള്ളത് എന്തായി മാറും? ഡി വി ബൈ 2. ഓക്കെ, ഇനി നമുക്ക് ഈ 1/2നെ നമുക്ക് ഔട്ട്സൈഡ് എടുത്തിടാം. 1/2 ഇൻ്റഗ്രൽ 1 ടു 1 പ്ലസ് ടി സ്ക്വയർ. ഈ റൂട്ട് വിനെ ഞാൻ വി റേസ് ടു 1/2 എന്ന് എഴുതി ഡി വി. ഇനി വി റേസ് ടു 1/2ൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? വി റേസ് ടു 1/2 പ്ലസ് 1 ഡിവൈഡ് ബൈ 1/2 പ്ലസ് 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. വി റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 അപ് ടു ദ ലിമിറ്റ് 1 ടു 1 പ്ലസ് ടി സ്ക്വയർ. ഓക്കെ, നമുക്കിവിടെ ഈ 2 ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 1/3 എന്നാവും അല്ലേ? ഓക്കെ, അതായത് 2/3 ഇൻറ്റു 1/2 ദാറ്റ് ഈസ് 1/3. ഇനി വി റേസ് ടു 3/2ന് നമ്മൾ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ വിക്ക് ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക. അതായത് 1 പ്ലസ് ടി സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 മൈനസ് 1 ദ ഹോൾ റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 1 തന്നെ വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ എസ് എന്ന് പറയുന്ന ആർക്ക് ലെങ്ത് പാരാമീറ്റർ കിട്ടിയിരിക്കുന്നത്. വലിയ നമ്പർ ആണല്ലോ. ഇതിന് ടീനെ നമ്മൾ എന്താണെന്ന് എഴുതണം. ഓക്കെ, അതായത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? എസ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 1 പ്ലസ് ടി സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 മൈനസ് 1. ഇതാണ് നമ്മളുടെ ആർക്ക് ലെങ്ത് പാരാമീറ്റർ കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് ടി എന്താണ് എന്ന് എഴുതണം. ഇവിടെ നിന്നുള്ള ഈ ടി ഇല്ലേ, ഈ ടി ഈക്വൽ ടു എന്താണ് ഇൻ ടേംസ് ഓഫ് എസ്സിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 3 ഇങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ 3s ഈക്വൽ ടു 1 പ്ലസ് ടി സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 മൈനസ് 1. ഇനി നമ്മൾ ഈ -1നെ അപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3s പ്ലസ് 1 ഈക്വൽ ടു 1 പ്ലസ് ടി സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 എന്ന് കിട്ടും. ഇനി പവറിനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ പവറിൻ്റെ റെസിപ്രോക്കൽ വരും. 3s പ്ലസ് 1 ദ ഹോൾ റേസ് ടു 2/3 ഈക്വൽ ടു 1 പ്ലസ് ടി സ്ക്വയർ എന്നായി. ഇനി നമ്മൾ ഈ 1നെ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് 3s പ്ലസ് 1 ദ ഹോൾ റേസ് ടു 2/3 മൈനസ് 1 ഈക്വൽ ടു ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ടി എന്താണെന്ന് എഴുതാമല്ലോ. ടി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എടുത്താൽ മതി അല്ലേ? അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 3s പ്ലസ് 1 ദ ഹോൾ റേസ് ടു 2/3 മൈനസ് 1. അതായത് നമുക്ക് ഇതിനൊന്ന് വൃത്തിക്ക് എഴുതാം. ടി ഈക്വൽ ടു 3s പ്ലസ് 1 ദ ഹോൾ റേസ് ടു 2/3 മൈനസ് 1 ദ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന കർവിനെ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതണം അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന കർവ് എന്തായിരുന്നു? കർവ് നമുക്ക് തന്നിട്ടുള്ളത് ആർ ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ബൈ 2i പ്ലസ് ടി ക്യൂബ് ബൈ 3k എന്നായിരുന്നു. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു
ടു അല്ലേ തന്നെ 2. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ടിക്ക് പകരം ആരെ കൊടുക്കണം? ഇത്രയും വലിയ നമ്പേഴ്സിന് ഇത്ര വലിയൊരു എക്സ്പ്രഷൻ കൊടുത്ത് മാറ്റി എഴുതണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കാമല്ലോ. ആർ ഓഫ് ടി അല്ല, ആർ ഓഫ് ടിക്ക് പകരം ആർ ഓഫ് ടി ഓഫ് എസ് എന്ന് കൊടുക്കാം. ഓക്കെ, ആർ ഓഫ് ടി ഓഫ് എസ്, അല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ കൊടുത്ത് റെപ്രസെൻറ്റ് ചെയ്താലും മതി. നിങ്ങൾ ഡയറക്റ്റായിട്ട് ആർ ഓഫ് എസ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾ ചെയ്യുന്നത് ഇതാണ്, ടിക്ക് പകരം നമ്മളിതാ ഈ ഒരു എക്സ്പ്രഷൻ കൊടുക്കാം. അതായത് 3s + 1 the whole raised to 2/3 minus 1 divided by 2. ഇതിൻ്റെ ഹോൾസ് റേസ് ടു 1/2 ഉണ്ട്, ഇവിടെ ഒരു ഹോൾ സ്ക്വയർ ഉണ്ട്. സോ അത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെ കിട്ടും i പ്ലസ് ഇവിടെയോ, ഇവിടെ നമുക്ക് ഇതാ ഇവിടെ ഒരു ഹോൾ ക്യൂബ് ഉണ്ട്, ഇവിടെ ഒരു 1/2 ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ 3/2 എന്നായിട്ട് മാറും. അപ്പോൾ നമുക്ക് 3s + 1 the whole raised to 2/3 minus 1 the whole raised to 3/2 divided by 3 k എന്നാവും. ഇനി 0 കൊടുത്താൽ ഒരു മിനിറ്റ്. ഓക്കെ, ഇനി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നല്ലേ നമ്മൾ ഇൻ്റർവൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇൻ്റർവൽ എന്തായിട്ട് മാറും? നമ്മളിതിന് ഈ ഒരു എക്സ്പ്രഷന് 0 കൊടുക്കാം. എസ് വേരി ചെയ്യുന്നതല്ലേ അറിയണ്ടേ. അപ്പം നമുക്ക് എസ് ഈക്വൽ ടു എന്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? എസ് ഈക്വൽ ടു, അതായത് എസ് കിട്ടിയത് 1/3 1 + t square the whole raised to 3/2 minus 1. -1 divided by 3. ഇവിടെ നമ്മൾ t = 0 കൊടുക്കുമ്പോഴാണ് എസിൻ്റെ വേരി ചെയ്യുന്നത്. ഇൻ്റർവൽ ഏത് മുതൽ ഏത് വരെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ t = 0 കൊടുക്കുക. നിങ്ങൾ ഫസ്റ്റ് t = 0 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 1 raised to 3/2 minus 1 that is s = 0 എന്ന് കിട്ടും. ഇനി നിങ്ങൾ t = 2 കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 + 2 square 1 + 2 square അതായത് 4 + 1 5 raised to 3/2 s = 5 raised to 3/2 minus 1 divided by 3. അപ്പോൾ നമ്മൾ s വേരി ചെയ്യുന്ന എവിടെ മുതലാണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു s ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 raised to 3/2 minus 1 divided by 3. This is the answer. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആർക്ക് ലെങ്ത് പറയാനുള്ളത്. അപ്പോൾ ബാക്കി 2-3 പ്രോബ്ലം കൂടി ഉണ്ട്, നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. സിമ്പിൾ പ്രോബ്ലംസ് ആണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.